ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. യുനെസ്കോ സാഹിത്യ നഗരി ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ രേവതി പട്ടത്താനം പണ്ഡിത സദസ്സ് പ്രൗഢമായി നടന്നു. ശാസ്ത്ര സദസ്സ്, ഘോഷയാത്ര, ഋഗ്വേദ സംഹിത, വാഗ്വാർത്ഥ സദസ്സ്, അക്ഷരശ്ലോക സദസ്സ് എന്നിവയാൽ സമ്പന്നമായിരുന്നു പട്ടത്താനം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാമൂതിരി രാജാക്കന്മാരുടെ കാലത്ത് കോഴിക്കോട്ട് നടന്നിരുന്ന പണ്ഡിത സദസ്സായ രേവതി പട്ടത്താന പാരമ്പര്യത്തിന്റെ ഓർമ്മയ്ക്കായാണ് തളി മഹാക്ഷേത്രം വർഷം തോറും രേവതി പട്ടത്താനം നടത്തുന്നത്. തളി ക്ഷേത്രത്തിൽ 3 വേദങ്ങളിലും മുറജപത്തോടെയാണ് രേവതി പട്ടത്താനത്തിന് തുടക്കമിട്ടത്. തുടർന്ന് നടന്ന ശാസ്ത്ര സദസ്സിൽ പ്രൊഫസർ ഇ രാജൻ, പ്രൊഫസർ NK സുന്ദരേശ്വരൻ, ഡോക്ടർ EN നാരായണൻ, KB വൈഷ്ണവ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പട്ടത്താന സദസ്സ് നടക്കുന്ന വാതിൽമാടത്തിൽ കൂടല്ലൂർ നമ്പൂതിരിപ്പാട് നിശ്ചയിച്ച വേദപണ്ഡിതൻ ഡോക്ടർ CE നീലകണ്ഠന് സാമൂതിരി രാജാവ് KC ഉണ്ണിയനുജൻ രാജ ആചാരപ്രകാരം പണക്കിഴി നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന രേവതി പട്ടത്താന സദസ്സ് തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയ കാലത്തെ രാജാക്കന്മാരായിരുന്നു പ്രത്യേക രീതിയിൽ നമുക്ക് വിക്രമാദിത്യന്റെ സദസ്സൊക്കെ നമുക്കറിയാം. ഒരു കാലഘട്ടത്തെക്കുറിച്ച് എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തത്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തിന് ശേഷം നിന്ന് പോയിട്ടുണ്ട്. നമുക്കറിയാം, ടിപ്പുവിൻ്റെയും ഹൈദരാലിയൊക്കെ കടന്നു വരവ് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആകെ നശിപ്പിച്ചിട്ടുള്ളൊരു കാലം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, എവിടെ നോക്കിയാലും നിരവധി, അതിൽ നമുക്കറിയാം മാമാങ്കം, നിരവധി നമുക്ക് പഴയ കാലത്തെ നമ്മൾ ഓർക്കുമ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മുടെ രാജാക്കന്മാർ അന്ന് എങ്ങനെ കണ്ടിരുന്നു ആളുകളെ. സാമൂതിരി രാജാക്കന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം 6 നൂറ്റാണ്ടുകളിലധികം ഭരണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ള, പക്ഷേ ഇന്ത്യയിൽ അപൂർവമായിട്ടുള്ള രാജവംശങ്ങളിൽ പെട്ട ഒന്നാണ്. TR രാമവർമ്മ അധ്യക്ഷത വഹിച്ചു. മികച്ച സാഹിത്യകാരനുള്ള മനോരമ തമ്പുരാട്ടി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ RK ദാമോദരന് മായ ഗോവിന്ദ് സമ്മാനിച്ചു. ഗോവിന്ദ് ചന്ദ്രശേഖർ, PCV രേണുക, തളി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാർ B പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഋഗ്വേദ സംഹിതയ്ക്ക് പുത്തില്ലത്ത് രാമൻ നമ്പൂതിരിയും വാക്യാർത്ഥ സദസ്സിന് പ്രൊഫസർ ഇ രാജനും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. MT പത്മയ്ക്ക് കോഴിക്കോടിന്റെ ആദരാഞ്ജലി. കോഴിക്കോട് DCC ഓഫീസിലും